അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, റൈറ്റ് വേ എന്ന നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +1 ഒന്നാമത്തെ യൂണിറ്റിലുള്ള ചാപ്റ്റർ 1 ഫി റിഹാബിൽ മദ്രസ എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ വർക്ക് നതഅറഫു വനജ്മഉൽ ബയാനാത്തി ശഖ്സിയ്യത മിനൽ അസ്തിഖാഇ. നതഅറഫു നമുക്ക് പരിചയപ്പെടാം, വനജ്മഉൽ ബയാനാത്തി ശഖ്സിയ്യ വ്യക്തിപരമായ വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം, ശേഖരിക്കാം, മിനൽ അസ്തിഖാഇ കൂട്ടുകാരിൽ നിന്ന്. അതിന് താഴെ അൽ ബയാനാത്ത് ശഖ്സിയ്യ എന്ന് പറയപ്പെടുന്ന ഒരു കള്ളിയുണ്ട്. അത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാദവാർഷിക പരീക്ഷയ്ക്കും അർദ്ധവാർഷിക പരീക്ഷയ്ക്കും അത് ചോദിച്ചിട്ടുണ്ട്. വാർഷിക പരീക്ഷയ്ക്ക് ഒരു തവണ അത് ചോദിച്ചതായിട്ട് 1-2 തവണ ചോദിച്ചതായിട്ട് വന്നിട്ടുമുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇസ്മുൽ കാമിൽ പൂർണ്ണമായ പേര്, താരിഖുൽ മീലാദ് ജനന തീയതി, അൽ ഉൻവാൻ അഡ്രസ്സ്, ഇസ്മുൽ വാലിദ് പിതാവിൻ്റെ പേര്, അൽ മിഹിന പിതാവിൻ്റെ ജോലി, ഇസ്മുൽ വാലിദ ഉമ്മയുടെ പേര്, അൽ മിഹിന ഉമ്മയുടെ ജോലി, റഖ്മുൽ ഹാത്തിഫ് മൊബൈൽ നമ്പർ, അൽ ഹിവായ ഹോബി, അൽ ഉംനിയ ആംബിഷൻ. ഇത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളാണ് ബയാനാത്തു ശഖ്സിയ. ഇത് കാണാതെ അർത്ഥം മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കുക. അത് പരീക്ഷയ്ക്ക് എന്തായാലും പാദവാർഷിക പരീക്ഷയ്ക്ക് എന്തായാലും ചോദിച്ചിരിക്കും, അർദ്ധവാർഷിക പരീക്ഷയ്ക്കും അത് ചോദിച്ചിരിക്കും, വാർഷിക പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ 100% നമുക്ക് പറയാൻ പറ്റുകയില്ല. പിന്നെ പുസ്തകത്തിന്റെ താഴെ ബാദുൽ വളായിഫ് ചില ജോലികൾ, തൊഴിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. തൊബീബൻ ഡോക്ടർ, മുഹന്ദിസുൻ എഞ്ചിനീയർ, മുഹാദിറുൻ ലെക്ചറർ, ആലിമുൻ സയന്റിസ്റ്റ്, മുഹാസിബൻ അക്കൗണ്ടന്റ്, മുഹാമി ലോയർ, മുദീറുൻ പിന്നെ ഡയറക്ടർ അല്ലെ മാനേജർ, ലോബിത്തൻ ഓഫീസർ, ഷൊർത്തിയൻ പോലീസ്, സിഹാഫിയൻ ജേർണലിസ്റ്റ്, മുമരിലുൻ നഴ്സ്, മുസവ്വിറുൻ ഫോട്ടോഗ്രാഫർ, താജിറുൻ കച്ചവടക്കാരൻ, മുസാരിയൻ കർഷകൻ, ആമിലുൻ തൊഴിലാളി അല്ലെങ്കിൽ കൂലിക്കാരൻ, സവാപ്പൻ ഡ്രൈവർ. ഇത് ചില ജോലികളാണ്. ഇത് ഉപ്പയുടെ മിഹിനത്ത് ജോലി എന്താന്നുള്ള ഭാഗം ചോദിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നിഷാത്തു സ്ഥാനി രണ്ടാമത്തെ വർക്ക് നുഅരിഫു സ്വദീഖന നമ്മുടെ കൂട്ടുകാർ നമുക്ക് പരിചയപ്പെടാം, അൽ അസാസിൽ ബയാനാത്ത് ശഖ്സിയ നമ്മുടെ ബയോഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പിന്നെ നിഷാത്തു സാലിസ് മൂന്നാമത്തത് നുലാഹിദു ത്വലബ ബിതാഖത്തിൽ ഹസ്ബ് ഡിസ്കൗണ്ട് കാർഡിന്റെ അപ്ലിക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കാൻ താഴെയുള്ള വനഅബ്ബിഹു ബിൽ ബയാനാത്തി അത് വ്യക്തമായിട്ട് പൂരിപ്പിക്കാനാണ്. ഇത് പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാൽ ഒരു തവണ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു പാദവാർഷിക പരീക്ഷയ്ക്ക് ഈ കാർഡ് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അൽ ഇസ്മുൽ കാമിൽ പൂർണ്ണ പേര്, ഉൻവാൻ അഡ്രസ്സ്, റഖമു ആധാർ നമ്പർ, താരിഖുൽ മീലാദ് ജനന തീയതി, റഖമുൽ ജവാൽ മൊബൈൽ ഫോണ്, അൽ ബരിദുൽ ഇലക്ട്രോണിക് ഇമെയിൽ. ഇനി നിഷാത്തുർ റാബിഅ നാലാമത്തത് നമ്മൾ നേരത്തെ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞത് ഒരു ഹിവാർ ഹിവാർ നമ്മൾ പഠിച്ചതാണ്. പരീക്ഷയ്ക്ക് എന്തായാലും ഒരു ഹിവാർ എഴുതാൻ 100% വരും. അപ്പൊ അതിൻ്റെ ഒരു വർക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇവിടെ തദ്ഹബു നീ പോകുന്നു ഇലാ മഹ്സനിൽ മദ്രസ സ്കൂളിന്റെ ഒരു സ്റ്റോറിലേക്ക്. ഹുനാക്ക അവിടെ യജ്രി നടക്കുന്നു, ഹിവാറുൻ ഒരു സംഭാഷണം നടക്കുന്നു, ബൈനക നിന്റെ ഇടയിൽ, വബൈന അമീനിൽ മഹ്സൻ ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, ആ ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ആ സ്റ്റോർ കീപ്പറിന്റെ ഇടയിൽ ഒരു സംഭാഷണം നടക്കുന്നു. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് എന്താണ്, നമ്മള് പരീക്ഷക്ക് ഇതുമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബന്ധപ്പെട്ടതായിട്ടായിരിക്കും ഹിവാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വരിക. അവിടെ നമ്മളെ കടയിലേക്ക് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു തരാം. മാതാ തുരീദു എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഉരീദു എനിക്ക് വേണ്ടത് എന്താന്നുള്ളത് പറയാം. സുമ്മ മാതാ പിന്നെ എന്താണ് എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുക, അപ്പോൾ വേറെ എന്തെങ്കിലും വേണമെന്ന് പറയാം. പിന്നെ എന്താണ്, അപ്പോൾ ആ സ്റ്റോർ കീപ്പർ ചോദിക്കും വേറെ എന്തെങ്കിലും ആഗ്രഹം ഉദ്ദേശിക്കുന്നുണ്ടോ, അപ്പോൾ വേറൊന്നുമില്ല പറയാം. എന്നിട്ട് ടോട്ടൽ എത്ര ബിക്കമിൽ മജ്മൂ എത്ര ടോട്ടൽ എന്ന് ചോദിക്കുക. അപ്പൊ ഇത്ര രൂപയായി എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, ശുക്രൻ അഫ്വൻ പറഞ്ഞിട്ട് അങ്ങനെ പിരിയുകയും ചെയ്യാം.
പിന്നുള്ളത് നിഷാത്തുൽ ഹാമിസ്, അഞ്ചാമത്തത് ഇൽത്തഖദ് സബിത വ മുനീറ, സബിതയും മുനീറയും കണ്ടുമുട്ടുന്നു ഫിൽ മദ്രസത്തി, സ്കൂളിൽ. ഫദാറ ബൈനഹുമ, അവർക്കിടയിൽ നടക്കുന്നു ഹിവാറും, ഒരു സംഭാഷണം നടക്കുന്നു. നുതർജിമു ഇലൽ ഇൻജിലിസിയ, താഴെ സംഭാഷണം കൊടുത്തിട്ടുണ്ട്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ സബിത സുബാഹൽ ഖൈർ, അവിടെ ഗുഡ് മോർണിംഗ് നയിക്കാരം. മുനീറ സുബാഹൻ നൂർ, വീണ്ടും ഗുഡ് മോർണിംഗ്. സബിത കൈഫ ഹാലുക്കി, അപ്പൊ ഹൗ ആർ യു. മുനീറ സൈൻ, അപ്പൊ ഗുഡ് അലൈ ഫൈൻ. സബിത വമം മഅകി, ആരാ നിന്റെ കൂടെ, അപ്പൊ ഹൂ ഈസ് വിത്ത് യു, ആരാ നിന്റെ കൂടെ. അപ്പൊ മുനീറ ഹാദിഹി സ്വദീഖതി, ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഇതെന്റെ കൂട്ടുകാരിയാണ്. സബിത ഇലൽ ലിഖാ, സീ യു, ഇലൽ ലിഖാ സീ യു. മുനീറ മഅസ്സലാമ, ഗുഡ് ബൈ. ഇതാണ് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ. പിന്നെ താഴെ എന്താണ് അദവാത്തുൽ മദ്രസിയ, നമ്മൾ സ്കൂൾ ഉപകരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മിലഫ് പറഞ്ഞ ഫയല്, മിർസം പെൻസില്, ഖുറാസ നോട്ട് പുസ്തകം, ഹത്തൈബത്ത് എന്താണ് ബാഗ്, മിസ്തറുൻ സ്കെയില്, പിന്നെ ഷുഫറത്ത് ബ്ലേഡ്, ഹരീത്തുൽ മാപ്പ്, ദബ്ബൂസൻ സ്റ്റാപ്ലർ, മിംഹാത്ത് എന്ന് പറഞ്ഞാൽ ഇറേസർ. പിന്നെ താഴെ എന്താണ് ചില അറബി വാക്കുകളും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഉണ്ട്. അത് നിങ്ങൾ കാണാതെ പഠിക്കുക. പരീക്ഷയ്ക്ക് അത് ഈ വാക്ക് ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കോ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാകും. അത് ചിലപ്പോൾ ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിഷാത്തു സാദിസാണ് ഏഴാമത്തത്. അവിടെ നെക്റൗൽ ഫിക്റത്തുൽ ആത്തിയ, താഴെയുള്ള ആ ഒരു ഗണ്ണിക വായിക്കുക. വനുഇദ്ദു ജദ്വലൻ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു താഴെ ഒരു കള്ളി കൊടുത്തിട്ടുണ്ട്, ആ കള്ളി എന്താക്കണം, ആ കള്ളിയിൽ പൂരിപ്പിക്കണം, തയ്യാറാക്കണം. ലിൽ അസ്മായി വൽ അഫ്ആലി വൽ ഹുറൂഫി, അതിൽ ഇസ്മ ഫിഇല് ഹർഫ് എന്ന് കള്ളി കൊടുത്തിട്ടുണ്ട്. ആ കള്ളി പൂരിപ്പിക്കണം. ഏതിൽ നിന്ന്, താഴെ കൊടുത്തുള്ള ഗണ്ണികയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട്. ബാബു ദാരിസുൻ യദുറുസു ഫി മദ്രസത്തിൻ സാനവിയത്തിൻ ആലിയ, ഇവിടെ ബാബു ദാരിസൻ അവൻ വിദ്യാർത്ഥിയാണ്. യദുറുസു അവൻ പഠിക്കുന്നു. ഫി മദ്രസത്തി സാനിവ്യത്തിൻ ആലിയ, ഹയർ സെക്കൻഡറി സ്കൂളിൽ. വാലിദുഹു അവന്റെ ഉപ്പ യഅമലു, അത് ഉപ്പ ജോലി ചെയ്യുന്നു. ഫി ശരിക്കത്തിൻ ഖരീബത്തിൻ മിൻ ബൈത്തി, അവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കമ്പനിയിൽ. ഖാലലഹു വാലിദുഹു, അവനോട് അവന്റെ ഉപ്പ പറഞ്ഞു, ഇജ്തഹിദ് ഫി ദിറാസതിക, നിന്റെ പഠനത്തിൽ നീ പരിശ്രമിക്ക്. വലാ തക്സൽ ഫി, ആ പഠനത്തിൽ നീ മടി കാണിക്കരുത്. വഗ്തനിം, നീ ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യണം, യൂസ് ചെയ്യണം. ജമീഅൽ ഫുർസി, എല്ലാ അവസരങ്ങളും. ഫി ഹയാത്തി, നിന്റെ ജീവിതത്തിലുള്ള. ദാലിക, അതാണ് ഹുവത്തരീഖൽ ഖവീം, അതാണ് യഥാർത്ഥ വഴി. ഇലൻ നജാഹിൽ മർദി, തൃപ്തികരമായ വിജയത്തിലേക്കുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നല്ല വഴി അതാണ് എന്നാണ്. അതിൽ ഇസ്മ ഫിഇല് വേർതിരിക്കുക എന്നാണ്, ഹർഫും വേർതിരിക്കുക. അതിൽ നിന്ന് തിരഞ്ഞെടുത്താൽ നിങ്ങൾ സ്കൂളിൽ നിന്നും ക്ലാസ്സിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അടിയിൽ അജ്സാഉൽ ജുംലത്തി, പരീക്ഷ എന്താണ് സെന്റൻസുകളുടെ ഭാഗങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ്. ഇസ്മ ഫിഇല് ഹർഫ് എന്താ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. ഇനി അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുക എന്നുള്ളതാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മേലിലോ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ മേലിലോ അറിയിക്കുന്ന പദം എന്നതാണ്. ഓരോ മുഖത്തരം ബിസമാന്, കാലത്തിനോട് അതിനൊരു ബന്ധം ഉണ്ടാവില്ല, കാലത്തിനോട് അന്വരിക്കാതെ. അപ്പോ കഴിഞ്ഞ കാലമോ വരാൻ പോകുന്ന കാലമോ ഭാവി കാലത്തിനോടോ ബന്ധമില്ലാതെ ഒരു വസ്തുവിന്റെ പേരിലോ ഒരാളെ പേരിലോ ഒരു സ്ഥലത്തിന്റെ പേരിലോ ഒക്കെ ഒരു പദം പറയുന്നുണ്ടെങ്കിൽ അതിന് ഇസ്മ എന്ന് പറയും. ഉദാഹരണം കലമൻ, പേന, ജബലൻ, പർവ്വതം, അഹമ്മദ്, അതുപോലെ ഇതിലൊക്കെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇനി സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മക്ക, മദീന, ഇതൊക്കെ ഇസ്മുകളാണ്. ഇനി ഫിഇല് എന്ന് പറഞ്ഞാൽ എന്താ, ഹുവൽ ലഫ്ദു ദാലു അലാ ഹദത്തി മുഖദ്ദരിൻ ബി സമാനിൻ, കാലത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സംഭവത്തിന് മേൽ അറിയിക്കുക. അപ്പോൾ ഒന്നിരിക്കെ ആ പദം കഴിഞ്ഞ കാലത്ത് അറിയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് അറിയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിന്റെ മേൽ അറിയിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി, അപ്പൊ ഇന്നലെ എഴുതി എന്ന് പറയും. യക്തുബു എഴുതും, അത് ചിലപ്പോൾ നാളെ മറ്റന്നാളേക്കാരും എഴുതാം. പിന്നെ അല്ലെങ്കിൽ എന്താണ് യക്തുബു എഴുതുന്നു, ഇങ്ങനെ എന്താണ് പറയപ്പെടുന്ന വാക്കുകൾക്ക് ഫിഇല് എന്ന് പറയും. ഹർഫ് എന്ന് പറഞ്ഞാൽ ഹുവ മാ ദല്ല അലാ മഅന മാ ഗൈരിഹി വലൈസ ബിഇസ്മി വലാ ഫിഇലി, അത് മറ്റൊന്നിനോട് കൂടെ അല്ലാതെ സ്വന്തമായിട്ട് അതിനൊക്കെ അർത്ഥമില്ല, അത് ഇസ്മോ ഫീലോ ആവില്ല. മറ്റൊന്നിനോടൊപ്പം കൂടുമ്പോൾ അതിനൊക്കെ അർത്ഥം വരുള്ളൂ. അപ്പോൾ ഫി ഇൽ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഇതിനിപ്പോ വ്യക്തമായിട്ടൊരു അർത്ഥമല്ലല്ലോ, മറ്റൊന്നിനോടൊപ്പം കൂടുമ്പോൾ എന്തേക്കാരം അർത്ഥം വരും. അപ്പൊ അതിനാണ് ഹർഫ് എന്ന് പറയാ. അങ്ങനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷക്ക് എന്താണ് ചില സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ നമ്മളുടെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫി റിഹാബിൽ മദ്രസ എന്ന് പറയപ്പെടുന്നതിലെ വർക്ക്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.